അബ്ദുൾ റഹീം സ്വന്തം വീട്ടിലെത്തിയിരിക്കുന്നു. ഉമ്മയെ കണ്ടു, ഉമ്മയെ ചേർത്ത് പിടിച്ചു. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. രാഹുൽ കെ വി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. രാഹുൽ, ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏറെ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടാളും ഒന്നും പറയാതെ നിൽക്കുന്നു. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അവർ പറഞ്ഞില്ല എങ്കിൽ പോലും അവർക്ക് എന്താണ് പറയാനുള്ളത്, രണ്ടാളുടെയും മനസ്സെന്ത് എന്നത് വളരെ വ്യക്തമായിരുന്നു. എന്താണ് വിവരങ്ങൾ? എല്ലാവരും ആ കൊലയിൽ നിൽക്കുന്ന ആവശ്യമില്ലാത്ത ആളുകൾ, ബന്ധുക്കളല്ലാത്ത എല്ലാ ആളുകളും നമുക്ക് റഹീമിന്റെ വാക്കുകൾ കേൾക്കണം, അതുപോലെ തന്നെ മോശയുടെ വാക്കുകൾ കേൾക്കണം, ഇതിന്റെ ഭാരവാഹികളുടെ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കണം. ഒരുപാട് ചാനലുകാർ നമ്മുടെ ഈ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് കൂടി സൗകര്യം ചെയ്ത് കൊടുക്കാനാണ് എല്ലാവരും പുറത്തേക്ക്. കേൾക്കാം രാഹുൽ, പറയൂ. വരാന്തയിലുള്ള ആവശ്യമില്ലാത്ത ആളുകൾ, റഹീമിന്റെ ബന്ധുക്കളല്ലാത്ത എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. എല്ലാവരും വരാന്ത ഒരു സ്റ്റേജ് പോലെ ഉപയോഗിക്കണമെങ്കിൽ വളരെ സുഗമമായി, അല്ലാതെ നമ്മൾ വൈകുന്നേരം വരെ ഇങ്ങനെ തിരക്കിയിട്ട് കാര്യമില്ല. വളരെ സുഗമമായി വലിയ തിരക്കുകൾ നിയന്ത്രിക്കാനായി അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാം. അതിനിടയിൽ ആ ശബ്ദത്തിൽ രാഹുലിന് കേൾക്കാൻ കഴിയുന്നില്ല. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ബലിപെരുന്നാൾ ദിവസം കൂടിയാണ്. ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത വിധം കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഈ അനൗൺസ്മെന്റിലൂടെ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അബ്ദുൾ റഹീം അമ്മയെ ചേർത്ത് പിടിക്കുന്ന ആ ദൃശ്യങ്ങൾ കാണും. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ കാത്തിരുന്ന ആ ദിവസമാണ് ഇന്ന്. അമ്മയെ ചേർത്ത് പിടിക്കുന്ന അബ്ദുൾ റഹീം, ഒപ്പം ആ മകനിലേക്ക് ചേർന്ന് നിൽക്കുന്ന അമ്മയും. ഇരുവരുടെയും ദിവസമാണിന്ന്. ഇന്ന് ഈ ബലിപെരുന്നാൾ ഇവർക്കുള്ളതാണ്. ഇനി അങ്ങോട്ട് ആ ഉമ്മയ്ക്ക് എന്നും പെരുന്നാൾ, സന്തോഷത്തിന്റെ പെരുന്നാളായിരിക്കട്ടെ. മകനോടൊപ്പം രാഹുലെ ഇപ്പൊ കേൾക്കാൻ പറയും. അതെ, അതന്നെയാണ്. റഹീം വീട്ടിലേക്ക് എത്തിയിട്ട് നിമിഷങ്ങളാവുകയാണ്. അമ്മയുമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 20 വർഷത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ കാലയളവിനിടയിൽ ഒരു തവണ മാത്രമാണ് അമ്മയ്ക്ക് സൗദിയിലെ ജയിലിലെത്തി റഹീമിനെ കാണാൻ കഴിഞ്ഞത്. അത് തന്നെയും ഏകദേശം 2 വർഷക്കാലം മുൻപാണ്. ഒരുപാട് വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്. ഒപ്പം തന്നെ റഹീമിനെ കാണുന്നതിന് വേണ്ടി എത്തിയ മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അത്യന്തം സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെയാണ് ഈ വീടും നാടും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് റഹീമിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കൾക്ക് തന്നെയായി ഉണ്ടെന്നത് കൂടിയാണ്. നമുക്ക് ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോടൊക്കെ ചോദിക്കാം എന്താണ് അവർക്ക് റഹീമിനെ കുറിച്ച് പറയാൻ. റഹീമിനൊക്കെ അടുത്ത സുഹൃത്തായിരുന്നില്ലേ? റഹീമിനെ കുറിച്ച് അറിഞ്ഞു വന്നാണ്. റഹീം എല്ലാത്തിനും നല്ല ഇതാണ്. പക്ഷേ മലപ്പുറത്ത് വരുന്നത് പരപ്പനങ്ങാടി. റഹീമിനെ കാണണമെന്ന് ആഗ്രഹിച്ചു വന്നാണ്. റഹീം നമ്മളെല്ലാവരും കൂട്ടായ മലയാളികൾക്ക് നന്ദി പറയാണ്. ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. ഈ നാട്ടുകാരനൊന്നും അല്ല അല്ലേ? അല്ല, ഈ നാട്ടുകാരനല്ല, മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി. അപ്പം കാണാൻ വേണ്ടി വന്നാൽ പള്ളി വിരിഞ്ഞപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങോട്ട് വന്നതാണ് റഹീമിനെ കാണാൻ. റഹീമിനെ കണ്ടു, സന്തോഷമായി. റഹീം വന്നതിൽ വളരെ സന്തോഷം. ഇന്ന് വലിയ പെരുന്നാളും കൂടിയാണ്. വളരെ സന്തോഷമായി. അവരെ ഉമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം ജനങ്ങൾ സഫലീകരിച്ചു. അതിൽ വളരെ സന്തോഷം. അതാണ്, ഈ നാട്ടുകാരനല്ല കേട്ടോ. പക്ഷെ റഹീമിനെ കുറിച്ച്